അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് മിഡ് സെക്ഷൻ അഥവാ മധ്യഭാഗം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, നമ്മൾ ഏതൊരു ത്രികോണം എടുത്താലും അതിൻ്റെ ഏതെങ്കിലും ഒരു വശത്തിന് സമാന്തരമായിക്കൊണ്ട് പാരലായിക്കൊണ്ട് നാം ഒരു വര വരച്ചു കഴിഞ്ഞാൽ ആ വര ഈ രണ്ട് വശങ്ങളെയും ഒരേ അംശബന്ധത്തിലായിരിക്കും മുറിക്കുക, അല്ലേ? അപ്പോൾ ഞാനിവിടെ ഈ ത്രികോണത്തിൻ്റെ ഈ ഒരു വശത്തിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് ഈ മൂന്നാമത്തെ വശത്തിന് പാരലായിക്കൊണ്ട് ഞാനൊരു വര വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ വശത്തിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് ഈ വശത്തിന് പാരലായിക്കൊണ്ട് ഇങ്ങനെ ഒരു വര വരച്ചു. അപ്പോൾ നമുക്കറിയാം, ഈ വശത്തിന് മൂന്നാമത്തെ വശത്തിന് പാരലായിക്കൊണ്ട് ഒരു വര വരച്ചു കഴിഞ്ഞാൽ ആ വര ഈ രണ്ട് വശങ്ങളെയും ഒരേ അംശബന്ധത്തിലായിരിക്കും കട്ട് ചെയ്യുക എന്ന് നമുക്കറിയാം, അല്ലേ? പക്ഷേ ഇവിടെ ഞാൻ വരച്ചിട്ടുള്ളത് മധ്യബിന്ദുവിൽ നിന്നാണ് വരച്ചിട്ടുള്ളത്. മധ്യബിന്ദു മുതൽ ഇങ്ങോട്ട് വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൻ്റെയും മധ്യബിന്ദുവിൽ തന്നെയാണ് എത്തേണ്ടത്, അല്ലേ? അതായത് ഇതിനെ 1:1 എന്ന അംശബന്ധത്തിൽ മുറിക്കുകയാണെങ്കിൽ ഇതിനെയും 1:1 എന്ന അംശബന്ധത്തിൽ തന്നെ മുറിച്ചിട്ടുണ്ടാവും. അതായത് ഈ വര ഈ രണ്ട് വശങ്ങളെയും സമമായിട്ട് ഭാഗിച്ചു, അല്ലെ? തുല്യമായിട്ടാണ് ഭാഗിച്ചിട്ടുള്ളത്. അതായത് ഈ വശത്തിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് ഈ മൂന്നാമത്തെ വശത്തിന് സമാന്തരമായിക്കൊണ്ട് ഇങ്ങോട്ടൊരു വര വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന്, ശ്രദ്ധിക്കുക, മധ്യബിന്ദുവിൽ നിന്ന് ഈ വശത്തിന് സമാന്തരമായിക്കൊണ്ട് ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഈ വശത്തിൻ്റെ എവിടെയായിരിക്കും വന്ന് മുട്ടാത്? മധ്യബിന്ദുവിൽ തന്നെയായിരിക്കും കൂട്ടുമുട്ടുക, അല്ലേ? അതായത് ഒരു വശത്തിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് മറ്റൊരു വശത്തിന് സമാന്തരമായിക്കൊണ്ട് നാം ഒരു വര വരച്ചു കഴിഞ്ഞാൽ, അതായത് ഇതിന് സമാന്തരമായിക്കൊണ്ട് ഒരു വര വരച്ചു കഴിഞ്ഞാൽ അത് ഈ വശത്തിൻ്റെ, അതായത് മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവിലായിരിക്കും കൂട്ടിമുട്ടുക. ഇപ്പം ഈ രണ്ട് വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ കൂട്ടിമുട്ടിച്ചു നമ്മൾ, അല്ലേ? ഇനി നമുക്ക് നോക്കാം, ഈ വശത്തിൻ്റെ മധ്യബിന്ദു ഇതാണെന്ന് വിചാരിക്കാം, ഇതാണ് മധ്യബിന്ദു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മധ്യബിന്ദുവും ഇതിൻ്റെ മധ്യബിന്ദുവും നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നു. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി നമുക്ക് ഈ രണ്ട് വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പം ഈ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. ഈ രണ്ട് വശത്തിൻ്റെയും മധ്യബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച ഈ വര എന്തിന് പാരലായിരിക്കും? ഈ മൂന്നാമത്തെ വശത്തിന് പാരലായിരിക്കും, അല്ലേ? മാത്രമല്ല ഈ മൂന്നാമത്തെ വശത്തിൻ്റെ പകുതിയായിരിക്കും ഇത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ രണ്ട് വശത്തിൻ്റെ മധ്യബിന്ദുക്കൾ കൂട്ടി നമ്മൾ യോജിപ്പിച്ചപ്പോൾ അത് ഈ വശത്തിന് പാരലായിരിക്കും, മാത്രമല്ല ഇതിൻ്റെ പകുതിയായിരിക്കും ഇത്. ഇനി നമുക്ക് ഇതെടുത്താലോ? ഈ രണ്ട് വശത്തിൻ്റെ മധ്യബിന്ദുക്കൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വരച്ച വര ഈ മൂന്നാമത്തെ വശത്തിൻ്റെ പകുതിയായിരിക്കും, മാത്രമല്ല ഇതിന് പാരലായിരിക്കും. അതായത് ഒരു ത്രികോണത്തിലെ ഏതെങ്കിലും രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന വര മൂന്നാമത്തെ വശത്തിൻ്റെ നീളം എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും, മാത്രമല്ല മൂന്നാമത്തെ വശത്തിന് അത് സമാന്തരവുമായിരിക്കും. അപ്പോൾ ഇത് ഈ രണ്ട് വരകളും സമാന്തരമാണ്, ഇത് ഇതിൻ്റെ പകുതിയാണ്. ഈ രണ്ട് വശവും സമാന്തരമായിരിക്കും, ഇതിൻ്റെ പകുതിയായിരിക്കും ഇത്. ഈ രണ്ട് വശങ്ങളും സമാന്തരമായിരിക്കും, ഇതിൻ്റെ ഇരട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പകുതിയായിരിക്കും ഇത്. ഈ മധ്യബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ, മനസ്സിലായല്ലോ? അല്ലാണ്ട് വേറെ ഏത് പോയിന്റ് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാലല്ല, അതിന് മധ്യഭാഗം എന്ന് പറയുന്നത് മിഡ് സെക്ഷൻ. അപ്പോൾ ഈ മധ്യബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും. ഇപ്പം ഞാൻ വേറെ വരച്ചു, ഇതിപ്പോൾ മധ്യബിന്ദു അല്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതാണ് മധ്യബിന്ദു, ഞാൻ കുറച്ചും കൂടി കയറ്റിയിട്ട് വരച്ചു. ഇപ്പം ഇങ്ങനെ ഒരു ലൈൻ വരച്ചാലോ? അതായത് ഈ വശത്തിനു സമാന്തരമായിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു വര വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എത്രയായിരിക്കും ഇതുണ്ടാവുക? നാം പറഞ്ഞു പകുതി അങ്ങ് മിഡ് പോയിന്റ് ആണെങ്കിൽ ഇരട്ടിയാകുമെന്ന് പറഞ്ഞു, അല്ലേ? അതായത് ഇതിൻ്റെ പകുതി ആകുന്നതും അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഇത്. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ 1/3 ഉള്ളതെന്ന് വിചാരിക്കുക. അതായത് ഈ നീളത്തിൻ്റെ 1/3 ഭാഗമാണിത്. ഈ മൊത്തം നീളത്തിൻ്റെ, ഈ വശത്തിൻ്റെ നീളത്തിൻ്റെ 1/3 ഭാഗത്ത് വച്ചിട്ട് ഞാനിങ്ങനെ ഇതിന് പാരലായിക്കൊണ്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എത്ര ഭാഗമായിരിക്കും ഇതുണ്ടാവുക? ഇവിടെ 1/3 ആണെങ്കിൽ ഇവിടെയും ഈ വശത്തിൻ്റെയും 1/3 ഭാഗമായിരിക്കും ഇവിടെ ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ 1/3 ആണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 1/3 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ.
ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 53-ലുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം. അതിലെ ആദ്യത്തെ ചോദ്യം, നമുക്ക് ഇവിടെ ഒരു ത്രികോണം തന്നിട്ടുണ്ട്. ആ ത്രികോണത്തിലെ മിഡ് പോയിന്റുകൾ ഓരോ വശത്തിൻ്റെയും മധ്യബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ ത്രികോണം വന്നിട്ടുണ്ട് അല്ലേ. ഇനി ചോദ്യം എന്താണ്? വലിയ ത്രികോണത്തിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് ചെറിയ ത്രികോണത്തിൻ്റെ പെരിമീറ്ററിൻ്റെ എത്ര ഭാഗമാണ് പെരിമീറ്റർ ചുറ്റളവ്? മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഇതിൻ്റെ വിസ്തീർണം അല്ലെ, ഏരിയ, പരപ്പളവ് എത്ര മടങ്ങാണ്? ഇതാണ് ചോദ്യം. നമുക്കറിയാം ചുറ്റളവ് അതായത് പെരിമീറ്റർ എന്ന് പറയുന്നത് 3 വശങ്ങളുടെ നീളങ്ങൾ കൂടി കൂട്ടുന്നതാണ് അല്ലേ. വശങ്ങളുടെ നീളം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ കിട്ടാം. ഈ വശത്തിന്, ഈ വലിയ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ നീളങ്ങൾ, ഇപ്പോൾ നമുക്ക് ഈ വശത്തിൻ്റെ നീളം എ ആണെന്ന് വിചാരിക്കാം, ഈ വശത്തിൻ്റെ നീളം ബി, ഈ വശത്തിൻ്റെ നീളം സി. ഇതാണ് 3 വശങ്ങൾ, ഈ ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ത്രികോണത്തിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും? നമുക്ക് എഴുതാം പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ. അതായത് വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്തുവരും? വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് നമുക്കറിയാം 3 വശങ്ങൾ കൂടി കൂട്ടുന്നതാണ് അല്ലേ. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി 3 വശങ്ങളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കിട്ടി. ഇനി നമുക്ക് ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ പെരിമീറ്റർ ഓഫ് സ്മോൾ ട്രയാങ്കിൾ, ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. അപ്പോൾ ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കിട്ടണമെങ്കിൽ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം നമുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണ് പഠിച്ചു നിർത്തിയത്? ഇതിൻ്റെ മധ്യബിന്ദുക്കൾ തമ്മിൽ, 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ വശത്തിൻ്റെ പകുതിയായിരിക്കും അല്ലേ. പാരലലായിരിക്കും, മാത്രമല്ല പകുതിയും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയേ, ഈ വശം എ ആണ്. അപ്പം മറ്റ് 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ചതാണ് ഈ വര അല്ലേ. അപ്പോൾ ഇത് എ ആണെങ്കിൽ ഈ ഭാഗത്ത് എന്തായിരിക്കും? ഇതിൻ്റെ പകുതി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് a/2 എന്ന് എഴുതാം. ശരിയല്ലേ. ഇത് 10 ആണെങ്കിൽ ഇത് 5 ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇത് നോക്കിയേ, നമുക്കറിയാം ഈ 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് കിട്ടുന്നതാണ് ഈ വര. അത് ഇതിന് പാരലലായിരിക്കും, മാത്രമല്ല ഇത് എത്രയാണോ അതിൻ്റെ പകുതി ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഇവിടെ സി ആണെങ്കിൽ ഇത് എത്ര ഉണ്ടായിരിക്കും? c/2. ഇവിടെ എത്രയാണോ അതിൻ്റെ പകുതി. ഇനി നമുക്ക് ഈ നോക്കിയാൽ ഈ 2 മധ്യബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ ഇതിന് പാരലാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടെ എത്രയാണ്? ബി. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? b/2. അപ്പോൾ നമുക്കിവിടെ ഈ ചെറിയ ത്രികോണത്തിൻ്റെ 3 വശങ്ങളുടെയും നീളങ്ങൾ കിട്ടി. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും? 3 വശങ്ങളുടെ നീളം a/2 പ്ലസ് b/2 പ്ലസ് c/2 അല്ലേ. 3 വശങ്ങളുടെ നീളം. അതായത് നമുക്കറിയാം ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്താ ചെയ്യാൻ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഛേദങ്ങൾ 3 തുല്യമാണ്, അതുകൊണ്ട് 2 a പ്ലസ് ബി പ്ലസ് സി. അപ്പോൾ നമുക്ക് a പ്ലസ് ബി പ്ലസ് c/2 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. അപ്പോൾ വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് a പ്ലസ് ബി പ്ലസ് സി, ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് a പ്ലസ് ബി പ്ലസ് c/2 അല്ലേ. അതായത് ഇത് എത്രയാണോ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഇതിൻ്റെ പകുതിയാണ് ഇത്. അപ്പോൾ വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയാണ് ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. അല്ലെങ്കിൽ തിരിച്ചങ്ങനെ പറയാം, ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ ഇരട്ടിയാണ് വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഉത്തരം. അപ്പോൾ നമുക്ക് എഴുതാം, ഇതിന് ഉത്തരമായിട്ട് എഴുതിക്കോളൂ. പെരിമീറ്റർ ഓഫ് ദി സ്മോൾ ട്രയാങ്കിൾ ഈസ് ഹാഫ് ദിസ് പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ അല്ലേ. അതായത് ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയാണ്. മനസ്സിലായല്ലോ. ഇനി അതിനെ തിരിച്ചു എഴുതണമെങ്കിൽ, അതായത് വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് ചെറിയ ത്രികോണത്തിൻ്റെ ഇരട്ടിയാണ് അല്ലേ. അപ്പോൾ ആണെങ്കിൽ അങ്ങനെയും എഴുതാം, ഏതൊരു രൂപത്തിലാണെങ്കിൽ എഴുതിക്കുക. പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ ഈസ് 2 ടൈംസ് അല്ലേ, 2 ടൈംസ് ദി പെരിമീറ്റർ ഓഫ് സ്മോൾ ട്രയാങ്കിൾ. അപ്പോൾ നമുക്കതിലെ രണ്ടാമത് ചോദിച്ചിട്ടുള്ള എന്താണ്? രണ്ടാമത് ചോദിച്ചിട്ടുള്ള കാര്യം ഇവരുടെ ഏരിയ അല്ലേ. ഈ വലിയ ത്രികോണത്തിൻ്റെയും ചെറിയ ത്രികോണത്തിൻ്റെയും ഏരിയകൾ തമ്മിൽ എന്താണ് ബന്ധം, അല്ലെങ്കിൽ എത്ര മടങ്ങാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അംശബന്ധം എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ തുല്യ ഭാഗങ്ങളായിരിക്കണം. തുല്യ ഭാഗങ്ങളായാലേ നമുക്ക് അംശബന്ധം എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക്
നിങ്ങളുടെ കയ്യിൽ വലിയൊരു മിഠായി ആരെങ്കിലും തന്നിരിക്കാം. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ വിരുന്ന് വന്നപ്പോൾ ഒരു മിഠായി തന്നു, നല്ല നീളമുള്ള വലിയൊരു മിഠായി, ഒരു ബാറ്. അപ്പോൾ അത് നമ്മളോട് പറഞ്ഞു അതിൻ്റെ പകുതി നമ്മൾ അനിയന് അല്ല, വീട്ടിലെല്ലാവർക്കും അനിയത്തിക്കുട്ടി അല്ലെങ്കിൽ അനിയന്മാരുണ്ടായിരിക്കും അല്ലേ, അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, കൃത്യമായിട്ട് അല്ലേ അതിനിങ്ങനെ പകുതിക്കും, നേരെ പകുതി ആക്കിയിട്ട് കൊടുക്കും, പകുതി ഉണ്ണിക്ക് കൊടുക്കും അല്ലേ. നിങ്ങളങ്ങനെയല്ലേ ചെയ്യാറ്? അങ്ങനെ ചെയ്യും. പക്ഷെ ചില ബിരുദന്മാരെന്ത് ചെയ്യും, ഈ കിട്ടിയ മിഠായിയെ, അതായത് ഇതാണ് നമ്മുടെ മിഠായി, ഈ മിഠായി എന്ത് ചെയ്യും, പതുക്കെ അച്ഛനും അമ്മയും കാണാതെ പതുക്കെ എന്ത് ചെയ്യും, ഇത്ര ഭാഗം ഒടിച്ചിട്ട് എന്ത് ചെയ്യും, അത് ഉണ്ണിക്ക് കൊടുക്കും അല്ലേ. മറ്റേത് പതുക്കെ നമ്മൾ വായിൽ കിടും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ബിരുദന്മാരുണ്ട്. അപ്പോൾ ഇത്ര ഭാഗം അവനാൻ തന്നെ കഴിക്കും, ഇത്ര ഭാഗം മാത്രം ഉണ്ണിക്ക് കൊടുക്കും. അതായത് ഇവിടെ നമുക്ക് എന്ത് പറയാം, മൊത്തം മിഠായിയുടെ പകുതി അല്ലേ 1/2 ഭാഗമാണ് കൊടുത്തത്. അത് രണ്ടായിട്ട് തുല്യമായിട്ട് ഭാഗിച്ചു, അതിൽ നിന്ന് ഒരു ഭാഗം കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ അര ഭാഗം കൊടുത്തു എന്ന് പറയാം അല്ലേ, 1/2 ഭാഗം കൊടുത്തു. ഇനി ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് 1/2 ഭാഗം കൊടുത്തു അല്ലേ, ഞാൻ പകുതി കൊടുത്തു എന്നാൽ കുട്ടി പറയും പറ്റിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ശരിക്കും അവൻ കൊടുത്തിട്ടുണ്ടോ, പകുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് 1/2 എന്ന് പറയാൻ പറ്റില്ല. സംഭവം ഒരു മിഠായിയെ രണ്ടായിട്ട് മുറിച്ചു, പക്ഷേ ഇവിടെ 1/2 ഭാഗമല്ല കൊടുത്തവൻ അല്ലേ. ഇവിടെ എത്ര ഭാഗം കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആരൊക്കെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നോക്കിയാൽ 3 അല്ലേ, നമ്മൾ തുല്യ ഭാഗങ്ങളാക്കുകയാണ്, 3 തുല്യ ഭാഗങ്ങളാക്കുകയാണെങ്കിൽ 3 1 ഭാഗമേ അവൻ കൊടുത്തിട്ടുള്ളൂ, ഉണ്ണിക്ക് കൊടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ആ വിളവൻ പകുതി കൊടുക്കാതെ 3 1, അത് 3 ഭാഗങ്ങളാക്കി, തുല്യമായ 3 ഭാഗങ്ങൾ, ആ 3 ഭാഗങ്ങളിൽ ഒരു ഭാഗം മാത്രമാണ് ഉണ്ണിക്ക് കൊടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും എന്തെന്ന് പറയാൻ പാടില്ല, നമ്മൾ 1/2 കൊടുത്തെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇത് ഈക്വൽ ഭാഗങ്ങളല്ല. അപ്പോൾ നമുക്ക് അംശബന്ധം എഴുതണമെങ്കിൽ എപ്പോഴെന്തായിരിക്കണം, അതിനെ ഈക്വൽ ഭാഗങ്ങളാക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ത്രികോണത്തിന് ഇതിൻ്റെ എത്ര ഭാഗമാണ്, അല്ലെങ്കിൽ വലിയ ത്രികോണം ചെറിയ ത്രികോണത്തിൻ്റെ ഏരിയയുടെ എത്ര ഭാഗമാണ്, അല്ലെങ്കിൽ ചെറിയ ത്രികോണം വലിയ ത്രികോണത്തിൻ്റെ ഏരിയയുടെ എത്ര ഭാഗമാണെന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഇവിടെ നോക്കിയാൽ നമുക്ക് 4 ത്രികോണങ്ങൾ കിട്ടി. ഈ 4 ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾ ആണ്. എങ്ങനെയാണ് ഈക്വൽ ട്രയാങ്കിൾ ആകാം, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ. അപ്പോൾ നമ്മൾ ഈ ത്രികോണം എടുത്തു, ഈ ത്രികോണം എടുത്തു, ഈ ത്രികോണത്തിൻ്റെ ഈ വശം ഈ വശത്തിന് തുല്യമാണ് ഈ ത്രികോണത്തിൻ്റെ ഈ വശം അല്ലേ, നമുക്കിങ്ങനെ കണ്ടാൽ അറിയാം അല്ലേ, ഇങ്ങനെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ. അപ്പോൾ ഈ 2 ത്രികോണത്തിൻ്റെ ഈ 2 വശങ്ങൾ ഈക്വൽ ആണ്. ഇനി ഈ ത്രികോണത്തിൻ്റെ ഈ വശം, ഈ ത്രികോണത്തിൻ്റെ ഈ വശം, ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ. ഇത് നോക്കിയാൽ ഈ ത്രികോണത്തിൻ്റെ ഒരു വശമാണ് ഇത്, ഈ ത്രികോണത്തിൻ്റെ വശം തന്നെയാണ് അതും അല്ലേ. അത് രണ്ടും അതെന്താണ്, കോമൺ സൈഡാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 3 സൈഡുകളും, ഈ ത്രികോണത്തിൻ്റെ 3 സൈഡുകളും ഈ ത്രികോണത്തിൻ്റെ 3 സൈഡുകളുമായി ഈക്വൽ ആണ്. അതായത് ഈ 2 ഈക്വൽ ട്രയാങ്കിൾ ആണ്. അതേപോലെ തന്നെ ഇതും നോക്കിയേ, ഇത് രണ്ടും ഈക്വൽ, ഇത് രണ്ടും ഈക്വൽ, ഇത് കോമൺ സൈഡ്. ഇനി ഇതും നോക്കിയേ, ഇതും ഈക്വൽ, ഇതും ഈക്വൽ, ഇത് കോമൺ സൈഡ്. അതായത് ഈ 4 ട്രയാങ്കിളും എന്താണ്, ഈക്വൽ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ അംശബന്ധം എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ വലിയ ത്രികോണത്തിൻ്റെ ഏരിയ 4 ചെറിയ ട്രയാങ്കിൾ കൂട്ടുന്നതാണ് വലിയ ട്രയാങ്കിൾ. അപ്പോൾ 4 ഭാഗമുണ്ട്, ഇത്രയും മാത്രമാണ്, അതിൽ ഒരു ഭാഗമാണ്, 4ൽ 1 ഭാഗമാണ് ചെറിയ ത്രികോണത്തിൻ്റെ ഏരിയ. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ. ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഈസ് എത്രയാണ്, 4ൽ 1 ഭാഗം അല്ലേ, 1/4 ഓഫ് ലാർജ് ട്രയാങ്കിൾ. അപ്പോൾ എന്ത് എഴുതാം, വലിയ ത്രികോണത്തിൻ്റെ 1/4 ഭാഗമാണ് ചെറിയ ത്രികോണത്തിൻ്റെ ഏരിയ. ഇനി മറ്റൊരു രൂപത്തിലാണെങ്കിൽ എങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ ഈസ് 4 times ദി ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ. ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ 4 ഇരട്ടിയാണ് വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവ്. അങ്ങനെയും എഴുതാം. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അതിൽ നമുക്ക് 3 ഫിഗറുകൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഒരു ത്രികോണം അല്ലെ, ഒരു കടലാസ് കൊണ്ട് വെട്ടിയെടുത്ത ഒരു ത്രികോണം. അതിൽ രണ്ടാമത്തെ പടം എന്ന് പറയുമ്പോൾ ഈ ത്രികോണത്തിലെ ഓരോ വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ, ഈ മധ്യബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ ഒരു ത്രികോണം കിട്ടും അല്ലേ. ആ ത്രികോണം ഈ ത്രികോണത്തിൽ നിന്ന് വെട്ടിമാറ്റി, അപ്പോൾ ഇത്രയും ഭാഗം വെട്ടിമാറ്റി. അതാണ് അടുത്ത ഫിഗർ.
ഇനി നമുക്ക് അടുത്തൊരു മൂന്നാമത്തെ ഫിഗർ ഉണ്ട്, അതിലും ഇതേ രൂപത്തിൽ തന്നെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഈ ത്രികോണത്തിൻ്റെ മധ്യബിന്ദുക്കൾ നമ്മൾ യോജിപ്പിച്ച് കിട്ടുന്ന ത്രികോണം ഇതിൽ നിന്ന് വെട്ടിമാറ്റി. ഇനി എന്താണ് ചോദ്യം? ഈ രണ്ടാമത്തെ ചിത്രത്തിലെ ഈ കടലാസിൻ്റെ കണ്ട ഇത്രയും ഭാഗം നമ്മൾ വെട്ടിമാറ്റിയതാണ്, ഒഴിവായിപ്പോയി. അപ്പോൾ ഈ കടലാസിൻ്റെ ഈ ഏരിയ പരപ്പളവ് ആദ്യ ചിത്രത്തിൻ്റെ ഏരിയയുടെ പരപ്പളവിൻ്റെ എത്ര ഭാഗമാണ്? അപ്പോൾ ഇത് നമുക്ക് മുഴുവൻ കടലാസുണ്ട് അല്ലേ, ത്രികോണാകൃതിയിലുള്ള മുഴുവൻ കടലാസുണ്ട്. ഇതിൽ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആദ്യ ചിത്രത്തിലെ ഏരിയയുടെ എത്ര ഭാഗമാണ് ഈ രണ്ടാമത്തെ ചിത്രത്തിലെ കടലാസിൻ്റെ ഏരിയ? ശ്രദ്ധിക്കുക, കടലാസിൻ്റെ ഏരിയ. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ തന്നെ അറിയാം അല്ലേ, ഇത് മൊത്തം ഭാഗങ്ങളുണ്ട്. ഇതാണ് ആദ്യത്തെ ത്രികോണത്തിൻ്റെ ഏരിയ. ഈ 4 ത്രികോണങ്ങളും കൂടി കൂടിയതാണ് ഇതിൻ്റെ ഏരിയ അല്ലേ. 4ൽ ഒരു ഭാഗം നമ്മൾ വെട്ടിക്കളഞ്ഞു, ബാക്കി 3 ഭാഗങ്ങളുണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? രണ്ടാമത്തെ ചിത്രത്തിലെ കടലാസിൻ്റെ ഏരിയയാണ് ചോദിച്ചിട്ടുള്ളത്, പരപ്പളവാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കടലാസിൻ്റെ പരപ്പളവ് എത്ര വരും? 4 കഷ്ണങ്ങളാക്കിയാൽ 4ൽ 3 ഭാഗമുണ്ട് അല്ലേ. 4ൽ 3, അതായത് 3 ഭാഗം. 4 ആക്കിയതിൽ 3 ഭാഗം. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഈ ത്രികോണത്തിൻ്റെ ഒരു ഭാഗം, ഇത് 2 ഭാഗം, ഇത് 3 ഭാഗം അല്ലേ. ഇത് 4ാമത്തെ ഭാഗം. മൊത്തം 4 ആക്കിയതിൽ എത്ര ഭാഗമുണ്ട്? 3 ഭാഗം. അതാണ് ഈ കടലാസിൻ്റെ ഏരിയ. മനസ്സിലായല്ലോ. ഇനി നമുക്കതിൽ അടുത്ത ചോദ്യം എന്താണ്? ഇനി മൂന്നാമത്തെ ചിത്രത്തിലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചിത്രത്തിൽ, അപ്പോൾ മൂന്നാമത്തെ ചിത്രത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ കിട്ടിയ ട്രയാങ്കിളാണ് ഇത്. ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി ഈ കടലാസിൻ്റെ ഇത്രയും ഭാഗം നിൽക്കുന്നുണ്ട്, അതിൻ്റെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് അതിനെയും കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? ഈ മധ്യബിന്ദുക്കൾ ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ യോജിപ്പിച്ചു, എന്നിട്ട് ഈ ഭാഗം വെട്ടിമാറ്റി. ഇനി ഇതിൻ്റെ മധ്യബിന്ദുക്കളും കൂട്ടി യോജിപ്പിച്ചു, ഈ ഭാഗവും വെട്ടിമാറ്റി. ഇനി ഇതിൻ്റെ മധ്യബിന്ദുക്കളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു, ഈ ഭാഗവും വെട്ടിമാറ്റി. ഇപ്പം കടലാസ് എത്ര ഭാഗത്തുണ്ട്? കടലാസ് ഉണ്ട്. ഇത് കടലാസാണ്, ഇത് കടലാസാണ് അല്ലേ, ഇത് കടലാസാണ്, ഇത്ര ഭാഗങ്ങളാണ് ഈ കടലാസ് ഉള്ളത്. മറ്റേതൊക്കെ വെട്ടിമാറ്റിയ ഭാഗങ്ങളാണ്. അപ്പോൾ ചോദ്യം എന്താണ്? ഇതിലെ ഈ മൂന്നാമത്തെ ചിത്രത്തിലെ കടലാസിൻ്റെ ഏരിയ, കടലാസിൻ്റെ പരപ്പളവ് ആദ്യ ചിത്രത്തിൻ്റെ ഏരിയയുടെ പരപ്പളവിൻ്റെ എത്ര ഭാഗമാണ്? കടലാസിൻ്റെ പരപ്പളവ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് അംശബന്ധം എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ. കാരണം എന്താ, ഇവിടെ വലിയ പീസാണ് ഇതിൽ നിന്ന് പോയിട്ടുള്ളത്, പിന്നെ ഒക്കെ ചെറിയ പീസുകൾ ഇവിടെ നിന്ന് പോയി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കേണ്ടത്. എപ്പോഴും അംശബന്ധം എഴുതുമ്പോൾ എന്ത് വേണം? ഈക്വൽ പാർട്സ് ആക്കണം അല്ലേ. ഇവിടെ ഈക്വൽ പാർട്സ് ആണോ? അല്ല. കാരണം എന്താ, ഇവിടെ ഒരു വലിയ കഷ്ണമുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അതിനെന്ത് വേണം? തുല്യമായ ഭാഗങ്ങളാക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഇങ്ങോട്ട് നോക്കിയേ, പതുക്കെ ഇവർ തമ്മിലൊന്ന് കൂട്ടിമുട്ടിക്കാം. അപ്പം ഇവിടെ നോക്കിയാൽ ഒരേ രൂപത്തിലുള്ള ത്രികോണങ്ങളായി അല്ലേ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് കൂട്ടിമുട്ടിച്ച് നോക്കാം. ഇപ്പോൾ ഒരേപോലെയുള്ള ത്രികോണങ്ങളായി അല്ലേ, അതായത് ഈക്വൽ പാർട്സുകളായി. ഇനി നമുക്ക് എളുപ്പം എഴുതാലോ. ഇവിടെ ഇപ്പോൾ തുല്യമായിട്ടുള്ള എത്ര ഭാഗങ്ങളുണ്ട് എന്ന് തന്നെ നോക്കിയേ. മൊത്തം 16 ഭാഗങ്ങളുണ്ട് അല്ലേ. ഈ 16 ഭാഗമാണ് ഇതിൻ്റെ ഏരിയ. അതിൽ ബാക്കിയുള്ള കടലാസിൻ്റെ ഏരിയ എത്ര ഉണ്ട്? ഇത് കടലാസാണ് അല്ലേ, ഇത് 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 പിന്നെ ഇത്, പിന്നെ ഇതൊന്നും കടലാസില്ലാത്ത ഭാഗമാണ്, പിന്നെ ഇത് പിന്നെ ഇത് പിന്നെ ഇത് അല്ലേ. അപ്പോൾ മൊത്തം 16 ഉണ്ട്. 16 ഈക്വൽ പാർട്സുകളുണ്ട്. അതിൽ കടലാസുള്ള ഭാഗം എത്ര ഉണ്ട്? 9 ഭാഗം അല്ലേ. 9 ഭാഗത്തിലാണ് കടലാസ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആദ്യ ചിത്രത്തിലെ പരപ്പളവിൻ്റെ, അപ്പോൾ ആദ്യ ചിത്രത്തിലെ പരപ്പളവ് എന്ന് വെച്ചാൽ ഇത് മൊത്തമാണ് അല്ല, ആദ്യ ചിത്രത്തിലുള്ളത്, അതായത് 16 ഭാഗം. അതിൻ്റെ എത്ര ഭാഗമാണ്? 9 ഭാഗം അല്ലേ. അപ്പോൾ ആദ്യ ചിത്രത്തിലെ പരപ്പളവിൻ്റെ 9/16 ഭാഗമാണ് മൂന്നാമത്തെ ചിത്രത്തിലെ കടലാസിൻ്റെ പരപ്പളവ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമുക്കൊരു മട്ടത്രികോണം, ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ 3 വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് ഒരു ചതുർഭുജം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 വശങ്ങളുടെയും മിഡ് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഈ ചതുർഭുജം ഒരു ചതുരമാണെന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്.
അപ്പോൾ നമുക്കറിയാം ചതുരമാണെങ്കിൽ എന്തൊക്കെ വേണം? എതിർവശങ്ങൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം അല്ലേ? മാത്രമല്ല സമാന്തരമായിരിക്കണം. പിന്നെയോ ഓരോ ആംഗിളുകളും, ഇതിലെ 4 ആംഗിളുകൾ എത്ര വീതം വെച്ചാവണം? 90 ഡിഗ്രി ആയിരിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഓപ്പോസിറ്റ് വശങ്ങൾ ഈക്വൽ ആണെന്നും ഈ ആംഗിളുകൾ 90 ഡിഗ്രി ആണെന്നും നാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഉത്തരമായി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ഇതിനൊരു പേര് കൊടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് എ ബി സി, അപ്പം ഈ ത്രികോണത്തിന് എ ബി സി എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് ഈ പോയിന്റ് ഡി, ഇതിൻ്റെ പോയിന്റ് ഇ, ഈ പോയിന്റ് എഫ്. അപ്പോൾ നാം എന്ത് പ്രൂവ് ചെയ്യണം? ഡി എഫും ബി ഇയും ഈക്വൽ ആണ്, ഡി ബിയും എഫ് ഇയും ഈക്വൽ ആണ് അല്ലേ? പിന്നെ ഈ ആംഗിളുകൾ എത്ര ആയിരിക്കണം? 90 ഡിഗ്രിയും ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം ഒരു ത്രികോണത്തിലെ ഏതെങ്കിലും 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്ന വര മൂന്നാമത്തെ വശത്തിന് പാരലായിരിക്കും, മാത്രമല്ല അതിൻ്റെ പകുതിയായിരിക്കും അല്ലേ? അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 വശങ്ങളും ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ പോകണം. എങ്ങനെ തെളിയിക്കാം? നമുക്കറിയാം ബി ഇ എന്ന് പറയുന്നത് എന്താണ്? ബി സിയുടെ പകുതിയാണ് അല്ലേ? കാരണം എന്താണ്? ഇ എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം. ബി ഇ ഇസ് ഈക്വൽ ടു അര ബി സി. ഒരു റീസൺ എഴുതിക്കോ. എന്താണ് റീസൺ? ഇ ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ബി സി. ബി സിയുടെ മധ്യബിന്ദുവാണ് ഇ. അങ്ങനെ എഴുതി വെക്കാം. കഴിഞ്ഞു, ബി ഇ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കിയേ, അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഏതാണ്? ഡി എഫ് ആണ് അല്ലേ? അപ്പോൾ ഡി എഫ് സീക്വൽ ടു, ഇങ്ങോട്ട് ശ്രദ്ധിക്കാം, ഡി എഫ് എന്ന് പറയുന്നത് ഈ 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്നതാണ് അല്ലേ? അപ്പോൾ അത് ഏതിൻ്റെ പകുതിയായിരിക്കും? ബി സിയുടെ പകുതിയായിരിക്കും അല്ലേ? അപ്പോൾ ഡി എഫ് എന്ന് പറയുന്നത് അര ബി സി ആയിരിക്കും. ഡി എഫ് ഈസ് ഈക്വൽ ടു അര ബി സി. അപ്പോൾ അതിനെന്താണ് കാരണം? ഈ ഡി എഫിൻ്റെ ഡിയും എഫും എന്ന് പറയുന്നത്, ഡി എന്ന് പറയുന്നത് എ ബിയുടെ മധ്യബിന്ദുവാണ്, എഫ് എന്ന് പറയുന്നത് എ സിയുടെ മധ്യബിന്ദുവാണ് അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതിക്കോ, ഡി ആൻഡ് എഫ് ആർ ദി മിഡ് പോയിന്റ്സ് ഓഫ് എ ബി ആൻഡ് എ സി റെസ്പെക്റ്റീവ്ലി. അതായത് എ ബിയുടെ മധ്യബിന്ദുവാണ് ഡി, എ സിയുടെ മധ്യബിന്ദുവാണ് എഫ്. അപ്പോൾ നമുക്കിവിടെ 2 ഇക്വേഷൻ കിട്ടി. ബി ഇ ഈസ് ഈക്വൽ ടു ഹാഫ് ബി സി എന്ന് കിട്ടി, ഡി എഫ് ഈസ് ഈക്വൽ ടു ഹാഫ് ബി സി എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇതിന് മുമ്പ് ഇവിടെ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിരിക്കുക, ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കൊടുത്തിരിക്കുക. അപ്പോൾ ഈ 2 ഇക്വേഷനുകൾ നോക്കിയേ, ബി ഇ അര ബി സിക്ക് ഈക്വൽ ആണ്, ഡി എഫും അര ബി സിക്ക് ഈക്വൽ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവ ഈക്വൽ ആയിരിക്കണം വേണ്ടേ? അപ്പോൾ നമുക്ക് എഴുതാം, ഫ്രം ഇക്വേഷൻ 1 and 2 നമുക്ക് എന്ത് കിട്ടും? ബി ഇ എന്തിന് ഈക്വൽ ആണെന്ന് വന്നു? ഡി എഫിന് ഈക്വൽ ആണ്. ബി ഇ ഈസ് ഈക്വൽ ടു ഡി എഫ്. ഇവിടെ നമ്മൾ ഈ 2 വശങ്ങളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത 2 വശങ്ങളിലേക്ക് കടക്കാം. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് എഴുതാം. ഇതാണ് ചതുർഭുജത്തിന് നമുക്ക് ആവശ്യമുള്ള വശം ഡി ബി അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ഡി ബി ഈക്വൽ ടു ഏതിൻ്റെ പകുതിയായിരിക്കും? എ ബിയുടെ പകുതിയായിരിക്കും അല്ലേ? കാരണം ഇത് മിഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ പകുതിയായിരിക്കും. അപ്പോൾ ഹാഫ് എ ബി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1, 2, 3 കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് അതിനെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശം ഏതാണ്? ഇ എഫ് അല്ലേ? ഇ എഫ് എന്താണ്? എന്നൊക്കെ ബി സിയുടെ മധ്യബിന്ദുവാണ് ഇ, എ സിയുടെ മധ്യബിന്ദുവാണ് എഫ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഇ എഫ് എന്തിൻ്റെ പകുതിയായിരിക്കും? എ ബിയുടെ പകുതിയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ഇ എഫ് ഈസ് ഈക്വൽ ടു അര എ ബി, എ ബിയുടെ പകുതിയായിരിക്കും. ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ നമുക്ക് ഇതിലും വേണമെങ്കിൽ റീസൺ എഴുതുകൊണ്ട് റീസൺ എഴുതിക്കോ. ഡി ബി ഈസ് ഈക്വൽ ടു അര എ ബി എന്ന് പറയാൻ കാരണം എന്താണ്? ഡി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി, എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഡി. ഇനി ഇതിന് റീസണോ? ഇ എഫ് ഈസ് ഈക്വൽ ടു അര എ ബി. ഇ ബി സിയുടെ മധ്യബിന്ദുവാണ്, എഫ് എ സിയുടെ മധ്യബിന്ദുവാണ് അല്ലേ? അപ്പോൾ ഇ ആൻഡ് എഫ് ആർ ദി മിഡ് പോയിന്റ്സ് ഓഫ് ബി സി ആൻഡ് എ സി റെസ്പെക്റ്റീവ്ലി. ഇവിടുത്തെ കിട്ടിയ നമുക്ക് 2 ഇക്വേഷൻ നോക്കിയാൽ ഡി ബി അര എ ബിക്ക് ഈക്വൽ ആണ്, ഇ എഫും അര എ ബിക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിൽ ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഫ്രം ഇക്വേഷൻ
3 and 4 എന്താ നമുക്ക് കിട്ടും? DB = EF എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതൊരു ചതുരമാണെന്ന് തെളിയിക്കണമെങ്കിൽ എല്ലാ ആംഗിളുകളും 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ അതിനെന്ത് വേണം? അപ്പോൾ ഏതെങ്കിലും ഓപ്പോസിറ്റുള്ള രണ്ട് ആംഗിളുകൾ 90 ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി മറ്റേ ആംഗിളുകളും 90 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഓപ്പോസിറ്റ് കിടക്കുന്ന ഏതെങ്കിലും രണ്ട് ആംഗിളുകൾ 90 ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ അതിൽ നോക്കിയാൽ ഇവിടെ ABC എന്ന് പറയുന്നത് ഒരു മട്ടത്രികോണമെന്നാണ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മട്ടത്രികോണമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ B എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ B = 90 ഡിഗ്രി. അതിൻ്റെ റീസൺ എന്താണ്? ട്രയാങ്കിൾ ABC ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? അതായത് ത്രികോണം ABC ഒരു മട്ടത്രികോണമാണ്. അതുകൊണ്ട് B 90 ഡിഗ്രിയാണ്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റിൽ കിടക്കുന്ന ഈ കോണ് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഷയം കഴിഞ്ഞു. അപ്പോൾ അതിനെന്ത് വേണം? ഇങ്ങോട്ട് നോക്കിയേ, ഈ BEക്ക് അല്ലെങ്കിൽ BCക്ക് പാരലലാണ് DF അല്ലേ? ഈ DBക്ക് പാരലാണ് FE. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതും 90 ഡിഗ്രി ആയി. മനസ്സിലായില്ലേ? അതായത് ഇതിന് പാരലാണ് ഈ വര, ഇതിന് പാരലാണ് ഈ വര. അങ്ങനെയാണെങ്കിൽ ഇത് 90 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 90 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ അത് എഴുതിക്കോളൂ. DFE = 90 ഡിഗ്രി. DFE 90 ഡിഗ്രിയാണ്. എന്താണ് കാരണം? ഇതിന് EF പാരലൽ ടു DB. പാരലൽ ടു ഏതിന് പാരലാണ്? BEക്ക് പാരലാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതും 90 ഡിഗ്രി തന്നെ ആയിരിക്കും. Therefore, the quadrilateral is a rectangle. ആയതിനാൽ ഈ ചതുർഭുജം ഒരു ചതുരമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ 3 കാര്യങ്ങൾ നമുക്കിവിടെ വേണ്ടി വന്നത്. ഒന്ന് ഏതാണ്? നാം ഇതും രണ്ടാമത്തത് ഇതും ഈക്വലാണെന്ന് തെളിയിച്ചു അല്ലേ? രണ്ട് ഓപ്പോസിറ്റ് വശങ്ങൾ. അതിനുശേഷം ഈ രണ്ട് ഓപ്പോസിറ്റ് ആംഗിളും നമ്മൾ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ? ഈ ചോദ്യത്തിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ ചതുരത്തിൻ്റെ ഏരിയ അതായത് പരപ്പളവ് ഈ ത്രികോണത്തിൻ്റെ ഏരിയയുടെ എത്ര ഭാഗമാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ നാം മുമ്പ് പറഞ്ഞു അല്ലേ? ഓർമ്മയുണ്ടല്ലോ നമ്മൾ മിഠായി ഡിവൈഡ് ചെയ്ത കാര്യം. എപ്പോഴും അംശബന്ധം എഴുതുമ്പോൾ എന്ത് വേണം? ഈക്വൽ പാർട്സ് ആയിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അംശബന്ധം എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്കിതൊരു ചതുരമായിട്ട് കിടക്കുകയാണ്. ഇത് രണ്ട് കോണുകളും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഒന്നും ചെയ്യണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഈ ബിന്ന് എഫിലേക്ക് നമ്മളൊന്നും ഇങ്ങനെ വരച്ചു വയ്ക്കുക. വരച്ചോ? ഓക്കെ. ഇപ്പം എന്തായി? നമുക്ക് 4 ത്രികോണങ്ങൾ കിട്ടി അല്ലേ? ഈ 4 ത്രികോണങ്ങൾ നോക്കിയേ, ഒരേപോലത്തെ ത്രികോണങ്ങളാണ്. 4 ഒരേ അളവിലുള്ള ത്രികോണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ വലിയ ത്രികോണത്തെ 4 തുല്യ ഭാഗങ്ങളാക്കി. അതിൽ എത്ര ഭാഗമുണ്ട് നമ്മുടെ ചതുരം? 1, 2 അല്ലേ? 2 ഭാഗം. അപ്പം ത്രികോണം എന്ന് പറയുന്നത് 4 ഭാഗമുണ്ട്. അതിൽ 2 ഭാഗമാണ് നമ്മുടെ ചതുരം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മൊത്തം 4 ഭാഗം അല്ലേ? മൊത്തം 4 ഭാഗമാക്കി അതിൽ 2 ഭാഗമാണ് ഈ ചതുരം. അപ്പോൾ 2. 2/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. അപ്പോൾ ഈ ചതുരത്തിൻ്റെ ഏരിയ പരപ്പളവ് എന്ന് പറയുന്നത് ഈ ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ എത്ര ഭാഗം ഉണ്ടായിരിക്കും? 1/2, അതായത് പകുതിയായിരിക്കും. മനസ്സിലായല്ലോ? ദി ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ ഈസ് ഹാഫ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഇത്രയും മനസ്സിലായല്ലോ? ഇനി നമുക്കതിൽ 2 ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട് അല്ലേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ